നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ഇടുക്കി RTOയുടെയും കട്ടപ്പന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റീവ് സംഘടനയുടെയും നേതൃത്വത്തിൽ ബസ് ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഏകദിന പരിശീലന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. ഇടുക്കി RTOയുടെയും കട്ടപ്പന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റീവ് അസോസിയേഷന്റെയും നേതൃത്വത്തിലാണ് ബസ് ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഏകദിന പരിശീലന സെമിനാർ സംഘടിപ്പിച്ചത്. നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. ഭാഗത്ത് ബസ് നിർത്തിയിരുന്നു. ആ ചേട്ടൻ എന്നെ തിരിച്ചു വിളിച്ചു. മോൾ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാം. നിങ്ങൾ പേടിച്ചിട്ടിട്ട് പോകരുത്, മോള് തന്നെ പുറകോട്ട് വണ്ടി എടുക്കാൻ പറ്റും. ഇപ്പൊ ഇതേ നോക്കി, ഈ ബസ്സിനൊന്നും പറ്റിയില്ലല്ലോ, മോളുടെ വണ്ടിക്കല്ലേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് പ്രശ്നമില്ല, മോളി വണ്ടി തിരിച്ചെടുക്കും. ഞാനെടുക്കുമോ, എന്നെ അടിമുടി വിറച്ച് ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു. പക്ഷെ ഞാൻ പറയുന്നത്, അങ്ങനെ നല്ല മനസ്സിന്റെ ഉടമകൾ കൂടിയാണ് നിങ്ങൾ. കാരണം എന്താ വെച്ചാൽ, അന്ന് എനിക്ക് എന്റെ ഡ്രൈവിംഗ് പൂർത്തിയാക്കാമായിരുന്നു. ഞാൻ പഠിക്കില്ല, ഇല്ലെങ്കിൽ ഞാൻ ഈ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നുള്ള. പക്ഷെ നിങ്ങളിൽ ഒരാളുടെ ആ ഒരു ആത്മധൈര്യമാണ് ഞാൻ ഇന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. അതൊരു തെളിവാണ്. അതുപോലെ തന്നെ ഞാനൊരു മേഖലക്കാരിയാണ്. എനിക്ക് അന്നത്തെ കാലത്ത്, ഞങ്ങളുടെ കൊച്ചു കാലത്തൊക്കെ അറിയാവുന്നേ, കുടുത്തോട്ടക്കാരുടെ KMS വണ്ടി ഓടിക്കുന്ന ഈ ബെന്നി ചേട്ടനി, നമ്മുടെ വെട്ടിക്കാല ബസ് ഓടിക്കുന്ന ആ കുറച്ച് ജോമോന, അതുപോലെ ജെറി, അവരെയൊക്കെ അങ്ങനെ കുറച്ച്. അതും കഴിഞ്ഞാണെന്ന് തോന്നുന്നു ബ്ലെസ്സിമോൾ ഇറങ്ങിയത്. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നു, നിങ്ങളുടെ കൈകളിലാണ് ഞങ്ങളുടെ ജീവൻ. പക്ഷെ എനിക്ക് സഹോദരന്മാരോട് പറയാനുള്ളത്, ഒരാപത്ത് വരുമ്പോൾ അവരെ ഏത് രീതിയിലാണ് സഹായിക്കേണ്ടത് എന്ന് നമ്മൾ എത്ര വണ്ടി ഓടിച്ചാലും എത്ര കേട്ട് പഠിച്ചാലും നമ്മൾ ഒരിക്കലും അതിനെ അത്ര അപ്സെറ്റ് ചെയ്യാറില്ല. പക്ഷെ ചെയ്യുന്നില്ല എന്ന് പറയില്ല. കട്ടപ്പന ഓറഞ്ച് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടന്നത്. ബസ് ജീവനക്കാർ അനുവർത്തിക്കേണ്ട നിയമ സംവിധാനങ്ങളെക്കുറിച്ചും വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചും ക്ലാസുകൾ നടന്നു. എക്സൈസ് വകുപ്പിൽ നിന്നും റെജി PC, ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രൊജക്ട് ഓഫീസർ ഷൈൻ ജോസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇടുക്കി ഇൻസ്പെക്ടർ എൽദോ വർഗീസ് തുടങ്ങിയവർ ക്ലാസ് എടുത്തു. അതായത് ആവറേജ് 700 പാസഞ്ചേഴ്സ് എങ്കിലും ഒരു ബസ്സിൽ കയറും എന്നുള്ളതാണ് ഏറ്റവും ചെറിയ കണക്ക്. ഈ 700 പേരുമായി, ഒരു കണക്കിന് വേണ്ടി ഒരു 700 പേരുമായി രാവിലെ 7 മണിക്കോ 6 മണിക്കോ തുടങ്ങുന്ന സർവീസിൽ വൈകുന്നേരം 7 മണി വരെ അല്ലെങ്കിൽ 8 മണി വരെ നീണ്ടു നിൽക്കുന്ന ആ ജോലിക്കിടയിൽ വിവിധ തരത്തിലുള്ള ആളുകളാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ വരിക. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളോടും നല്ല രീതിയിൽ പെരുമാറുവാൻ ഒരുപക്ഷെ കഴിഞ്ഞില്ല എന്ന് വരാം. യോഗത്തിൽ ഇടുക്കി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഷബീർ PM അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റീവ് അസോസിയേഷൻ പ്രസിഡന്റ് KM തോമസ്, ജിൽജ് ജോർജ്, മറ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ അടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റ് ആയെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി.